ഹായ് സുഹൃത്തുക്കളെ, റോയൽ നാഥ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വള്ളത്തിൻ്റെ റിവ്യൂ ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് കടലിൽ പോകുന്ന വലിയ വള്ളം എന്ന് പറയുമ്പോൾ ലൈലൻഡ് വള്ളം എന്ന് ഇവിടെ അറിയപ്പെടുന്ന ഇതിലുള്ള ഓംകാരം വള്ളത്തിൻ്റെ പുതിയ വള്ളം ലോഞ്ച് ചെയ്തതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമാണെന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരുമായിട്ട് നോക്കി പറയാം. വള്ളത്തിൻ്റെ ഏരാവ് വയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ. നമ്മൾ വീടുകൾക്ക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കല്ലിടിയില എന്ന് പറയുന്ന പോലെ വള്ളത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണിത്. ഇവിടെ നിന്നാണ് അടുത്ത മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ ഏരാവെന്നാണ് പറയുന്നത്. അറിയാൻ വയ്യാത്തടത്താണ് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ വീട് വയ്ക്കണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കല്ലിടിയിൽ ചടങ്ങെന്ന് പറയുന്നത് അതിൻ്റെ കർമ്മങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഒരു വള്ളം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പരിപാടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആദ്യം വെച്ചിരിക്കുന്ന ഈ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു കാര്യത്തിൽ നിന്നാണ് വള്ളത്തിൻ്റെ പണികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ചാനലിൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു ചേട്ടൻ നമ്മൾ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു എൻ്റെ ഉള്ള പോരായ്മകൾ, എനിക്കുണ്ടാകുന്ന പോരായ്മകളും കാര്യങ്ങളും എൻ്റെ കണ്ണിൽ കാണുന്ന ചിന്താഗതിയും ആ ക്യാമറയിൽ ഒപ്പിയെടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വിലപിടിച്ച അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്നെ അറിയിപ്പിക്കാൻ കഴിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഉള്ളവരെ അറിയിപ്പിക്കാൻ കഴിയുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്ക് നല്ലൊരു ഒരു പ്രചോദനം കൂടെ തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞില്ല, കാര്യം എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടൻ തന്നെയാണ്. പുള്ളിക്കാരൻ വിളിച്ചു തന്നൊരു ഉപദേശമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിന് ഞാൻ മാനിക്കുന്നുമുണ്ട്. അതെനിക്ക് ഇതിലൂടെ ഇപ്പോൾ പറയാനുള്ളൊരു പ്രചോദനം തന്നെ പുള്ളിക്കാരുടെ വാക്കുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. വള്ളത്തിൻ്റെ ഏകദേശം രൂപം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മട്ടമെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് ഈ കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് വരുന്നുണ്ട്. നമ്മളകത്ത് ആംഗ്ലിയർ സെറ്റ് ചെയ്ത ഭാഗങ്ങളുമെല്ലാമാണ് ഇതിൽ കൂടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ബോഡിയുടെയൊക്കെ രൂപം തീർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇത് ഇപ്പോൾ വന്ന് പെയിൻറ്റിങ് എന്നാൽ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പിട്ടുള്ള ആദ്യത്തെ കുട്ടിയിടിയിലും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓംകാരം വള്ളം നിർമ്മിച്ച മനോജേട്ടനല്ലേ? നിങ്ങൾ എത്ര ദിവസം ഇത് നിർമ്മിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്? നമ്മൾ പറയുന്നത് വെച്ചാൽ 90 ദിവസമാണ് നമുക്ക് വേണ്ടുന്നത്. ഈ 90 ദിവസം എന്ന് വെച്ചാൽ അതിനകത്ത് വെച്ച് തന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ഇറക്കി കൊടുക്കാൻ പറ്റും. അത് പിന്നെ മനോജേട്ടൻ ഇവിടെ പണിക്ക് വരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? ഞാൻ ഇവിടെ വന്നിട്ടായിട്ട് ഒരു 10-17 വർഷം. ഈ 17 വർഷം കൊണ്ട് നമ്മൾ എത്ര വള്ളം ഒരു ഉദ്ദേശം ഒരു കണക്കുവല്ല ഉണ്ടാകുമോ വെച്ചിട്ടുണ്ടോ? അങ്ങനെ കണക്കായിട്ടില്ല. എനിക്ക് തോന്നുന്ന എല്ലാം കൂടെ ഒരു 10-30 വള്ളത്തിന് മേലും ഉണ്ടാകുമല്ലോ. അത് ശരിയാണ്. അപ്പോൾ ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്ന് കൈമാറിയ വെള്ളം എന്ന് പറയുമ്പോൾ ഓംകാരം വെള്ളം. ഈ ഓംകാരം വെള്ളത്തിൻ്റെ പിന്നെ നീളം അതിനേക്കാളും വലിയ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആദ്യം ഓംകാരം വെള്ളമാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചതും ഇപ്പം ലാസ്റ്റ് ഇറക്കി കൊടുക്കുന്നതും ഓംകാരം വെള്ളം തന്നെയാണ്. ഒരു 4 വള്ളത്തുള്ള ഒരു ഞാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ശരി. നമ്മളൊരു സംശയം ചോദിക്കട്ടെ, ഏകദേശം നമുക്കൊരു വള്ളം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു എത്ര കിലോ ഇരുമ്പ് കയറും നമുക്ക് ഐഡിയ ഉണ്ടാവും? നമുക്കൊരു 18 ലക്ഷം 19 ലക്ഷം രൂപ സാധനം വേണ്ടി വരും. ഇരുമ്പ് നമ്മളിപ്പോൾ കിലോ കണക്കിനാണ് ഉദ്ദേശിച്ചിട്ട് എത്ര കിലോ വെയിറ്റ് വരും എന്നുള്ള ഐഡിയ കിട്ടും? ബോഡിക്ക് മാത്രം എണ്ണേജാണ് പറയുന്നത്. 20 ടണ്ണ് ഒരു വള്ളത്തിൻ്റെ ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ 20 ടണ്ണ് ഇരുമ്പ് മാത്രം 20 ടണ്ണ് വരും. അത് ശരിയാണ്. പിന്നെ പറഞ്ഞ പോലെ പിന്നെ വേണം സ്റ്റീൽ വേണം, പിന്നെ ജിയ വേണം, ജിയ പൈപ്പ് 90 ദിവസം ഏകദേശം എടുത്തിട്ടുണ്ട്. 90 ദിവസമാണ് നമ്മൾ പറയുന്നത്. 90 ദിവസം ഫാസ്റ്റായിട്ട് നടക്കണം. ഇടയ്ക്ക് മുടക്കാതെ മഴ ചെയ്താൽ 90 ദിവസം മാക്സിമം. ഇരുമ്പോളം അല്ലാതെ വേറെ ഞാൻ ഇരുമ്പ് ബോട്ടും ബോട്ട് ഇവിടെ നിർമ്മിച്ചത് പിന്നെ ഉണ്ടല്ലോ, ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആശാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് 30 ദിവസം കൊണ്ട് ഒരു വള്ളം പൂർത്തീകരിക്കാം. ഏകദേശം 90 ദിവസം കൊണ്ട്
ഒരു വള്ളം പൂർത്തീകരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഇരുമ്പ് വള്ളം. ഏകദേശം എത്ര കിലോ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? ബോട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 40 എണ്ണോളം വരും. ബോട്ടാണെങ്കിൽ 40 എണ്ണം, ഇതാകുമ്പോഴത്തേക്കും 30 എണ്ണം അല്ലേ? 20 എണ്ണം. 20 എണ്ണം വള്ളമാകുമ്പോൾ 20 എണ്ണം വെയിറ്റ് വരും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വള്ളത്തിൻ്റെ ഫൈബറിൻ്റെ പണികളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വീലോസിൻ്റെ പണി, ടോപ്പിൻ്റെ പണി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഞ്ചൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അവസാനത്തെ ഭാഗങ്ങളൊക്കെ ആയി തുടങ്ങുന്നുണ്ട് ഏകദേശം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്ലൈവുഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇഞ്ചങ്കള്ളിലെല്ലാ പരിപാടിയുടെ ഒരുപുരം സെറ്റായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വീലോസ് ഉറപ്പിച്ചിട്ടുണ്ട്. ടോപ്പിൻ്റെ പണി ബാലൻസ് നിൽപ്പുണ്ട്. ടോപ്പിൻ്റെ നെറ്റ് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് സെറ്റ് ചെയ്യണം. ഇനി ഇഞ്ചങ്കള്ളിയുടെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചങ്കള്ളിയുടെ ഒരു ഭാഗത്തുള്ള പെയിൻറ്റിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞ് ഇഞ്ചനൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചൻ ആദ്യമേ കയറ്റുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇഞ്ചൻ കയറ്റി കഴിഞ്ഞിട്ടുള്ള ഇഞ്ചൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അടിയിൽ കള്ളി ഭാഗമാണ്. നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വള്ളം ഓടുമ്പോഴൊന്നും ഈ ഭാഗങ്ങൾ കാണത്തില്ല. വള്ളത്തിൽ ഇറങ്ങി നിന്നാൽ മാത്രമേ ഇത് കാണുള്ളൂ. ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ വള്ളം നയിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. നമ്മുടെ വള്ളത്തിൽ എത്ര രൂപ ചിലവായിക്കാണും ഈ പുതിയ വള്ളം നിർമ്മിച്ചത്? വള്ളം മാത്രമാണ് ഒരു 90 ലക്ഷം രൂപ വെള്ളം വെള്ളത്തിലായപ്പോഴാണ്. 90 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മളിത് പണിക്ക് പോകാനാകുമ്പോൾ എത്ര രൂപ ചിലവാകും ചേട്ടാ? ഇവിടെ നേരത്തെ ഉള്ളതിൽ നമ്മൾ വള്ളം മാത്രമേ ഇതിപ്പോൾ പുതിക്കട്ടുള്ളൂ. വല രണ്ടും നമുക്കുണ്ട്, 2 കൊച്ചുള്ളതുണ്ട്. അപ്പോൾ വള്ളം നമ്മൾ ഇത് വെച്ചത് വെള്ളത്തിന് മാത്രം നമുക്ക് ബോഡി ഇരുമ്പ് ബോഡി എല്ലാം ശരിക്കും ഇഞ്ചിന് മാത്രം എത്ര ഉണ്ടാകുന്നത്? ഇഞ്ചൻ മാത്രം 24 ലക്ഷം രൂപ. 24 ലക്ഷം രൂപ ഇഞ്ചൻ മാത്രം. പിന്നെ അതിന് വേറെ അനുബന്ധ സാധനങ്ങളൊക്കെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് 1 കോടി 80 ലക്ഷം രൂപ നമ്മൾ കടലിൽ പോകും. നമ്മളപ്പോൾ ഇപ്പോൾ പറഞ്ഞ വള്ളം എത്ര അടിയുള്ളതാണ്? നമ്മൾ സൂക്ഷിച്ചിട്ട് 82. അപ്പോൾ ഇതിൻ്റെ ഈ ലൈസൻസ് ഭാഗമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് അത് എങ്ങനെയായിട്ടായിരിക്കും? ഇതിൽ പിന്നെ വള്ളത്തിൻ്റെ രീതിയിലാണ് മതി. വള്ളം അവർ അളക്കുമ്പോൾ നമുക്ക് അത്ര അടി വരത്തില്ല. കാരണം വള്ളം മാത്രമേ അളക്കത്തില്ല. 73 അടിയിട്ടേ നമ്മുടെ വള്ളം യഥാർത്ഥത്തിലുള്ള അളവ് അളക്കുമ്പോൾ നമ്മളിത് ഇപ്പോൾ നിർമ്മിച്ചെടുക്കാൻ എത്ര ദിവസം എടുത്തുകയാണ് ഉദ്ദേശം? 3 മാസം. 3 ദിവസം ഫാസ്റ്റായിട്ട് നടക്കുന്ന വർക്കാണെങ്കിൽ ഒരു വെള്ളം മാക്സിമം 3 ദിവസം വേണം. അത് മുടങ്ങാതെ മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് 3 ദിവസം. ഞങ്ങളിത് പഞ്ചാത്ത വെള്ളമാണ്. അതിൽ ആദ്യം തരി വെള്ളമായിരുന്നു. അത് കഴിഞ്ഞ ആൾ ഡബിൾ സൈഡിലാണ് നമ്മൾ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡൽ ഇതാണ്. 2 സൈഡും കുറഞ്ഞ വള്ളങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 21 വെള്ളം ഞങ്ങളെ കൂട്ടായ പ്രസ്ഥാനമാണ് 9 ആദ്യം ഉണ്ടാക്കിയ വള്ളം അന്നും ലൈലൻഡ് അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ലൈലൻഡ് ചെറിയ മാറി മാറി ഒരേ വെക്കുന്നത് 5-ാമത്തെ നമ്മൾ എത്ര ആൾക്കാരാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നത്? 40 ഷെയറുകാർ ഓണർ ഇപ്പോഴും നിലവിലുണ്ട്. 9 പേരാണ്. 9. നമ്മൾ അന്ന് ആദ്യം വള്ളം വെച്ചത് ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുമ്പ് വെള്ളത്തോട്ട് പോയി. നമ്മൾ അന്ന് വരുന്ന അതേ തൊഴിലാളികൾ തന്നെയാണ് ഇന്നും ഉള്ളത്. കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ എത്ര വർഷം എന്ന് പറഞ്ഞത് 21 കൊല്ലം കൊണ്ട് നമ്മൾ വള്ളം ചെയ്ത് നടന്നിട്ട് എന്ത് തോന്നുന്നുണ്ട്? മുതലാളിമാർക്ക് എന്ത് തോന്നുന്നുണ്ട്? എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളൊരു കൂട്ടായ്മ നല്ലൊരു വിജയമാണ്. അതിനകത്ത് ഒരു പരാജയം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിന്റെ ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പരാജയം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനിയും പരാജയം വരത്തില്ല. ആ ഒരു കൂട്ട് പ്രസ്ഥാനത്തിന്റെ ആണെങ്കിൽ പോലും അവർ ഐക്യമായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ വള്ളത്തിൽ നിൽക്കുന്ന ചേട്ടന്മാർ, അതിൽ എൻ്റെ പിന്നെ അളിയനുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണ ഏറെക്കുറെ എനിക്കുണ്ട്. എൻ്റെ കൊച്ചിലെ മലയും വള്ളത്തിൻ്റെ വള്ളവും മലയും കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോഴും അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചായത്തിലേക്ക് അല്ലേ, നമ്മുടെ പഞ്ചായത്തിലേക്ക് ഏറ്റവും വലിയ വള്ളമല്ലേ പറഞ്ഞത് മനോജ് അല്ലേ? ഏറ്റവും വലിയ വള്ളം നമ്മുടെ ഒരു ഏറ്റവും വലിയ വള്ളമാണ്. കാരണം എല്ലാവരും 82 അടി എന്നൊക്കെ പറയുന്നെങ്കിലും അത്രയൊന്നും കാണാൻ സാധ്യതയില്ല. ഇതൊരു കറക്റ്റ് 82 അടിക്കാണ്. 82 അടി നീളമുള്ള ആലപ്പാട് പഞ്ചായത്തിൽ ഞങ്ങളുടെ അറിവിലേക്ക് ഏറ്റവും വലിയ വള്ളമാണ് ഇപ്പോൾ വെച്ചിറക്കിയ ഓംകാരം. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ഇതിന് മേളിലൊരു വള്ളം വരാൻ ചാൻസ് ഉള്ളത്. ഇൻ കേസ് അതെ.
വേറൊരു കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഉണ്ടായ തൊഴിലാളികൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? മൊത്തം ഈ ഈ അച്ഛൻ പ്രായം തൊട്ടുള്ള ഉള്ള ആൾ 18 വയസ്സുകാരനുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ പണിക്കാൻ. മാമനെ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് എന്താണ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവര് സംഘടനയായിട്ട് പോകുന്നതുകൊണ്ടാണല്ലോ ഈ ഇത് വിജയിച്ചു പോകുന്നത്. അവര് മാത്രം മുതലാളി മാത്രമല്ല, ഇതിനകത്ത് പ്രവർത്തിക്കുന്നവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണ് ഇത് മുന്നോട്ട് പോയി ഇങ്ങനെ കാര്യങ്ങള്. തൊഴിലാളി ഞങ്ങള് ബാർഗൈനില്ല, കടൽ കയറിയ ഒരു അമ്മയുടെ മക്കളും പിന്നെ ഒരു വീട്ടിൽ അത് പ്രത്യേകിച്ച് പറയണ്ട. കടലിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ തൊഴിലാളിയായിട്ട് പോകുന്നുണ്ട്, അത് വ്യക്തമാക്കാം. പക്ഷെ അതിലുപരി പണ്ട് മുതൽ വള്ളത്തിൽ കൂടെ നിന്നിട്ടുള്ള ചേട്ടൻ എന്ന നിലയ്ക്ക് ചേട്ടന്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അഭിപ്രായം അവരുടെ സഹകരണവും അവരുമായിട്ടുള്ള മറ്റുള്ളവരുടെ സഹകരണവും കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം. കൂടെ സഹകരിക്കുന്നവരാണ് കൂടുതലും സഹകരണത്തിന്റെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ മുതലാളിമാരുടെ പേരിന്റെ കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. 9 പേര് ഞങ്ങളുടെ ഏറ്റവും പ്രായത്തിൽ ഞങ്ങളെല്ലാം സ്വയം പ്രായക്കാരാണ്. ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇച്ചിരി മുതിർന്ന ആളുണ്ട്. അയാളുടെ പേരിലാണ് വള്ളത്തിന്റെ എല്ലാ രേഖകളും റെക്കോർഡിക്കൽ ചെയ്തിരിക്കുന്നത്. അയാളുടെ പേര് ദിലീപ്. പിന്നെ മല്ലാല്, ഹരലാല്, സുബ്രഹ്മണ്യൻ, സാജൻ കുമാർ, വിജേഷ്, ഷാജി, ചിമ്പു. ഇത്രയും പേരുടെ കൂട്ടായ്മകളിലാണ് നമ്മുടെ ഓങ്കാരം വള്ളത്തിന്റെ ഒരു മുതലാളി ഓണർഷിപ്പ് എന്നുള്ളത്. ഇനി നമ്മൾ വെള്ളം തെല്ലാം പോകുന്നത് ജനുവരി 2 അല്ലേ? ജനുവരി 2 ഞങ്ങൾ 26-ാം തീയതി നമ്മൾ തൊഴിലാളികൾ പോയി എല്ലാ ക്ഷേത്രങ്ങളിലും ഗുരുവായൂർ, പഴനി, രാമേശ്വരം, പിന്നെ മണ്ടക്കാട്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, കന്യാകുമാരി വഴി വന്ന് കൊട്ടാരക്കര അമ്പലം തൊഴിൽ വീട്ടിൽ വരും. ജനുവരി 2-ാം തീയതി വെള്ളം കടലിൽ നനയ്ക്കാൻ നേരം. ശരി. അപ്പം ഓക്കെ. വെള്ളത്തിൻ്റെ പുറവശം അടി താഴെ പോകുന്ന വശമാണ് വെള്ളത്തിൻ്റെ കിടക്കുന്ന പങ്കയാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ. അതുപോലെ ഇതാ ടോപ്പിൽ ആണി അടിച്ച് അതിൻ്റെ റിബേറ്റൊക്കെ ഉറപ്പിക്കുന്നു. ടോപ്പ് കെട്ടാനുള്ള റിങ്ങെല്ലാം ശരിയാക്കി എടുക്കുന്നു. ടോപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് വലിച്ച് മേളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ വള്ളത്തിൻ്റെ ജീവനക്കാർ തന്നെയാണ് ചെയ്യുന്നത്. ജീവനക്കാരും മുതലാളിയും കൂടെയൊക്കെ നിന്നാണ് ചെയ്യുന്നതാണ് കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടിയിടിയിലും പെയിൻറ്റിങ്ങും എല്ലാം നടക്കുന്നത് ധൃതിയുള്ള പരിപാടിയാണ്. ധൃതിക്ക് തന്നെ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഇറങ്ങാനുള്ളൊരു ഇത് വെച്ചിട്ട് അവർ പറഞ്ഞ സമയത്ത് തിരിച്ച് വെള്ളം ഇറക്കാമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആശാൻ നേരത്തെ. 3 മാസമാണ് ആശാൻ പറയുന്നത്. ആ ടൈമിൽ ഇറക്കാൻ വേണ്ടിയുള്ള ധൃതി പണിയാണ് ഈ കാണുന്നതെല്ലാം. കുട്ടിയിടിയിലും കാര്യങ്ങളാണ്. ഈ കുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പെയിൻറ്റിങ് ചെയ്യുന്നത്. ലാസ്റ്റ് പെയിൻറ്റിങ്ങിന് മുമ്പായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കുട്ടിയിട്ട് ഇരുമ്പിൻ്റെ എന്തെങ്കിലും തരിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലയിൽ ഉടക്കാതിരിക്കാൻ വേണ്ടി അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോപ്പ് മേളിൽ കയറ്റി വലിച്ചു മുറുക്കി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്തും അതുപോലെ പിന്നെ ഫൈബർ ചെയ്യാനുള്ള ബാലൻസ് ഭാഗങ്ങളും എല്ലാം ഫൈബർ ചെയ്ത് ബാക്കിയുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വള്ളത്തിൻ്റെ പെയിൻറ്റിങ് നീല പെയിൻറ്റാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ച് തന്നിരിക്കുന്നത്. എല്ലാവരും നീല പെയിൻറ്റ് യൂസ് ചെയ്യണമെന്നാണ്. പണ്ട് നേരത്തെ ഇഷ്ടമുള്ള പെയിൻറ്റ് ഉപയോഗിക്കാമായിരുന്നു, ഇപ്പോൾ പറ്റത്തില്ല. അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് മിനുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞ് പേരെഴുത്ത് അലങ്കാര രീതിയിലുള്ള ചിഹ്നങ്ങളെല്ലാം വരച്ച് കഴിഞ്ഞു. ഫ്രാങ്ക് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എത്ര നാളായിട്ട് ഫ്രാങ്കായിട്ട് പണിക്ക് പോകുന്നത്? ഞാനീ വള്ളം ഇറങ്ങിയ നമ്മുടെ മാമനായിരുന്നു ആദ്യം ഈ കളിവളം നനച്ചത്. പിന്നെ അത് മാമന് 6 മാസം കൊടുക്കും. പിന്നെ ഞാനാണ് ഓടിച്ചിരിക്കുന്നത്. പിന്നെ ഞാനില്ലാത്ത സമയത്ത് നമ്മുടെ ചെറിയാൻ തന്നെ ശിവരാജ് ഞാനില്ലാത്ത സമയത്ത് ലക്കി ഓടി. ഞങ്ങൾ 2 മണി മാറി ഓടി. അങ്ങനെ നമ്മൾ വെള്ളം ഉണ്ടാക്കി 20 വർഷം ഈ ഫ്രാങ്കായിട്ട് പോകുന്ന സ്ഥിതിക്ക് ഈ ഫ്രാങ്കായിട്ടുള്ള പണിയെടുക്കുന്നതിൽ മത്സ്യബന്ധനത്തിനെ കുറിച്ച് അണ്ണൻ ഇത്ര കാലത്ത് അനുഭവം എന്താ തോന്നുന്നുണ്ട്? അത് കടലിൽ പോകുമ്പോൾ നമുക്ക് നമ്മളെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ പ്രസ്ഥാനമുള്ളപ്പോൾ ഈ മീനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ല. നമുക്ക് കിട്ടാനുള്ള മീൻ നമ്മുടെ നേരെ എക്കോസം ഉണ്ട്, ക്യാമറ ഉണ്ട്, എക്കോസം ഉണ്ട്, അതിനകത്ത് കണ്ടുപോരും. ഈ താഴെ നിൽക്കുന്ന മീൻ അതിൽ കണ്ടാൽ പോകും. അപ്പോൾ നമ്മളൊരു ഉദ്ദേശത്തിന് പോരുമ്പോൾ നമ്മുടെ സമയം തന്നെയാണ് നമ്മൾ പോയി കറക്റ്റായി. അപ്പോൾ നമുക്ക് മീൻ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടുപോരും, കുറച്ച് കണ്ടുപോരും, നമുക്ക് പല രീതിയിലായി. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ കളയാത്ത മീനെ കണ്ട് നല്ല രീതിയിൽ കട്ടി കണ്ട് കൊണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മീൻ കിട്ടും. അപ്പോൾ അപ്പുറത്തേക്ക് നമ്മളെ കുറഞ്ഞ മീൻ കണ്ടുവരെ കുറയും. ഇപ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മൾ മീൻ കൊണ്ട് പോയി മീൻ പിടിക്കുന്ന തിരിച്ചു വരുന്നു. പക്ഷേ ഇത്ര കാലത്ത് 20 വർഷത്തെ അണ്ണൻ്റെ കടലിൽ പോയിട്ട് ഒരു അടിസ്ഥാനം വെച്ചിട്ട് ഈ പരാജയം അനുഭവിച്ച ആൾക്കാരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവരുടെ എന്തുകൊണ്ടായിരിക്കും അതിന് മത്സ്യബന്ധനത്തിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കടപ്പുറത്ത്. അത് വേറൊരു കാര്യമുണ്ട്. ഈ ചിലവരുടെ പ്രവൃത്തിയിലാണ് ഈ പ്രസ്ഥാനം. ഞങ്ങൾ 9 ഒരു കൂട്ടുപ്രസ്ഥാനമാണ്. ഞങ്ങൾ 21 5ാമത്തെ വള്ളമാണ്. ആദ്യം ഒരു തടിവെള്ളമായിരുന്നു. ഇപ്പോൾ ഇത് 4ാമത്തെ ഇരുമ്പോളം. ഇത് ഇരുമ്പോളം 4ാമത്തത്. ആദ്യം ഒരു തടിവെള്ളമായിരുന്നു, 5ാമത്തെ വെള്ളമാണ്. ഈ 4 വെള്ളവും മത്സ്യദീപ്തിക്കായിരുന്നു.
നമുക്ക് നമ്മുടെ സുരിമൂട്ടായ്മയുടെ ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ കടൽ പ്രസ്ഥാനങ്ങളെല്ലാം വിജയിക്കും 100%. ഒരുമ വേണം. അത് ചെയ്യുന്ന പ്രവർത്തി കേറ്റക്കാരെയൊക്കെ നല്ല രീതിയിൽ കാണണം, തെറ്റിക്കണം, വഞ്ചിക്കരുത്. കേറ്റക്കാരെയായാലും ആരെയായാലും വഞ്ചിക്കരുത്. കാശിന്റെ പുറത്തായാലും വിജയിപ്പിക്കാൻ വേണ്ടി തൊഴിലാളികൾ അവരായിട്ടുള്ള ആത്മാർത്ഥ ബന്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രസ്ഥാനം വിജയിക്കുന്നത്. അവരുടെയായിട്ടുള്ള സാമ്പത്തിക രീതിയിലെല്ലാത്തിനും അവർ പ്രതീക്ഷിക്കുന്നതിലുപരി അവർക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവർ 20 വർഷം വള്ളത്തിന്റെ വിജയത്തിന്റെ ഒരു ഭാഗമെന്നാണ് ഈ മുതലാളിമാർ പറയുന്നതും തൊഴിലാളിയായിട്ടുള്ള അപ്പാപ്പനും പറഞ്ഞതും അത് തന്നെയാണ്. വള്ളത്തിൻ്റെ അടിയിലെ പെയിൻ്റാണ് നിങ്ങൾ കാണുന്നത്. പ്രത്യേക ടൈപ്പ് പെയിൻറ്റ് തന്നെയാണ് അടിക്കുന്നത്. പിന്നെ അതുകൂടാതെ പങ്കയും പെപ്പിലർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് വള്ളം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഹോമവും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് സാധാരണഗതി. ആ ഹോമവും രീതികളുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെ വിശ്വാസ രീതിയിൽ എന്താച്ചാ ചെയ്യുന്ന രീതിയിൽ അവർ ഹോമവും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വള്ളം ഇറങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന കർമ്മങ്ങളൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. ലാസ്റ്റത്തെ ഫിനിഷിംഗ് പണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചൻ കള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും മെക്കാനിക് പരിപാടി ഉണ്ടോ എന്നുള്ളത് മെക്കാനിക്കൽ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതും കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഫിനിഷിംഗ് ആയി കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് വള്ളത്തിലെ ചെറിയ രീതിയിലുള്ള വേലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് വള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ബിരിയാണിയാണ് ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ആ ബിരിയാണിയും ചെമ്പുമൊക്കെയാണ് കാണുന്നത്. വള്ളം ഏകദേശം ഇറങ്ങാനുള്ള സമയമായി. എല്ലാ ഒരുക്കങ്ങളും ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വള്ളം വെള്ളത്തിലോട്ട് നനയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള രീതികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വള്ളം നീറ്റിലിറങ്ങുന്ന ശുഭമുഹൂർത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിനാണ് നീറ്റിലിറക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വള്ളം നന കഴിഞ്ഞു. ഏകദേശം വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞു. വള്ളത്തിൻ്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കരക്കിരിക്കുന്നത് പോലല്ല, വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളുണ്ട്. അതെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓടിച്ച് നോക്കാണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വള്ളത്തിന് വേണ്ടി പണിയെടുത്ത എല്ലാ തൊഴിലാളികൾക്കും ദക്ഷിണ കൊടുക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് വള്ളത്തിന് വേണ്ടി പണിയെടുത്ത എല്ലാവർക്കും, വലുതൊന്നുമില്ല ചെറുതൊന്നുമില്ല, എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള ദക്ഷിണ കൊടുത്തിട്ടേ വള്ളം അവർ കൈമാറത്തുള്ളൂ. ഇപ്പോൾ വള്ളം നനച്ചെന്നുള്ളൂ, കൈമാറ്റം നടന്നില്ല. അതുപോലെ വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ള രീതിയും കൂടിയാണ് കാണുന്നത്. എല്ലാവരും പിന്നെ ഈ വള്ളത്തിൽ കയറി ഒരു ട്രിപ്പ് ഇങ്ങനെ പോകുന്ന പോലെ ഒന്ന് ജസ്റ്റ് വള്ളം ഒന്ന് ഓടിക്കും. കടലിൽ കൊണ്ടുപോകത്തില്ല, കായലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി നേരം വള്ളം ഓടിക്കും. ആ കൂട്ടത്തിൽ ഇഞ്ചിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടി മാത്രമാണ്. അപ്പോഴത്തേക്ക് ഈ ഇവിടെ വന്നിട്ടുള്ള വള്ളത്തിൽ കയറി പോകാൻ താല്പര്യമുള്ള എല്ലാവരും, ആണെന്നില്ല പെണ്ണെന്നില്ലാത്ത രീതി എല്ലാവർക്കും വള്ളത്തിൽ കയറി പോകാവുന്നതാണ്. ആ ഒരു ട്രിപ്പിൽ വള്ളത്തിൽ എല്ലാവർക്കും കയറി യാത്ര ചെയ്യാവുന്നൊരു രീതിയാണ്. അത് മനോഹരമായൊരു യാത്രയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ അനുഭവങ്ങൾ കിട്ടുന്നുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടുള്ള രീതികളാണ് ഈ കാണുന്നത്. എല്ലാവരും അതിൻ്റെ ആ രീതി എൻജോയ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണത്. അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു മത്സ്യത്തൊഴിലാളികൾ ഒരു വള്ളം വയ്ക്കുന്നതും അതിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നമ്മൾ ഏകദേശം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതി നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലുപരി പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ മത്സ്യബന്ധനത്തിൽ പോകുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തെക്കുറിച്ച് പല രീതിയിലും പലരും പറഞ്ഞു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിച്ച് ആ അധ്വാനത്തിനുള്ള പ്രതിഫലം കൈപ്പറ്റാത്തൊരു തൊഴിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെല്ലാവരും ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് പണിയെടുക്കുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഞങ്ങളുടെ പണിയുടെ ഭാഗമാണ്. ഞങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൈസ കിട്ടുന്ന സമയമുണ്ട്, നല്ല രീതിയിൽ പൈസ മോശമായിട്ട് കിട്ടുന്ന സമയമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മീൻ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടുകയും ചെയ്യും. മീൻ കുറവാണെങ്കിൽ ഞങ്ങൾക്ക് പൈസ കുറവായിരിക്കും. പക്ഷേ അതിലുപരി വേറൊരു സങ്കടകരമായ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് പണിയെടുത്ത് അത്യാവശ്യം മീനും പിടിച്ചുകൊണ്ട് വരുന്ന സമയത്തായിരിക്കും ഹാർബറിലെത്തുമ്പോൾ മീൻ വിലയില്ലാണ്ട് പോകുന്നത്. അതുപോലത്തെ പ്രതിസന്ധികളൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ ഇതിൽ മുമ്പോട്ട് പോകുന്നത്. പിന്നെ നേരത്തെ ഇതിലെ ഓണർമാരൊക്കെ പറഞ്ഞതുപോലെ കൂട്ടായിട്ട് ഒരുമിച്ച് ഇപ്പോൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങളപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു മുതലാളി എന്നുള്ള സ്റ്റൈലിലുള്ള ആൾക്കാരല്ല. 10 പേരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചെറുപ്പക്കാലം മുതലേ അവർ കുറേ ആൾക്കാർ കൂട്ടായിട്ട് നിന്നിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടി ഇത്രയും 1.25 കോടി രൂപയൊക്കെ ചിലവാക്കി ലോണും കടവും മേടിച്ച് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോയി കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടാണ്. അത് ഈ കാണുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വള്ളം കൈമാറുക എന്ന് പറയുമ്പോൾ പണിത് ആശാനും ജാഡിലെ ഓണറും എല്ലാവരും കൂടെ നിന്നിട്ട് മുതലാളിമാരായ വള്ളത്തിൻ്റെ ഓണർമാരെല്ലാവരും നിന്ന് വള്ളം ദക്ഷിണ കൊടുത്ത് കൈമാറുകയാണ്, അവർ സ്വന്തമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അവർ മേടിച്ച് ശരിക്കും വള്ളം അവരുടേതായി മാറിയിട്ടുള്ളത്. അങ്ങനെ വള്ളം കൈമാറുക ഒരു റോപ്പ് കൊണ്ടാണ് അത് ആ ചടങ്ങ് കഴിച്ചു കൂട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മേശരി വള്ളത്തിൻ്റെ എല്ലാ ദോഷം തീരാൻ വേണ്ടി ഒരു തേങ്ങ ഉടച്ച് രണ്ടായിട്ട് എറിഞ്ഞ് കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വലിയ വള്ളത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് 2 വല വെച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ലൈലൻഡ് വള്ളത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളെ കഴിയുന്ന രീതി നല്ല രീതിയിൽ ചെയ്തെന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളൊരു പോരായ്മകളും തെറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ്. അതുകൂടാണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ വലുതാകാൻ വേണ്ടി എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കണ്ടെത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ വരാനുള്ള സംവിധാനം നോക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും റോയൽ നാട് യൂട്യൂബ് ചാനൽ ആലപ്പാട്.